നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആര് എൻ്റെ മാർഗത്തെ എന്നെ നിങ്ങൾ മുറുകെ പിടിച്ചോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതേ ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു. അതേ വാക്ക് റസൂലുള്ളാഹി പറഞ്ഞു, ഇതേ വാക്ക് നമ്മുടെ മശായിഖുമാരും പറഞ്ഞു, ഇതേ വാക്ക് ഖാജാ റളിയല്ലാഹു പറഞ്ഞു, ഇതേ വാക്കുകളിൽ കോടിക്കണക്കിന് അള്ളാഹുവിൻ്റെ ആയിരങ്ങൾ നമ്മളോട് സംസാരിച്ചു. അൽഹംദുലില്ലാഹ്, മഹത്തായ ഭാഗ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ ഈ നിമിഷം നമ്മൾക്ക് അറിവുകൾ വിജ്ഞാനം പകരാനുള്ള സമയമല്ല. ഇന്ന് നമ്മൾക്ക് കുറഞ്ഞ ഔറാദുകളും ദിക്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അതോടുകൂടി ഒരു 3 യാസീൻ അല്ലേ, ആ 3 യാസീൻ എന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യത്തെ യാസീൻ ആർക്കാണ് ഓതേണ്ടത്? നമുക്ക് എപ്പോഴും യാസീൻ ഓതിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? നമ്മൾ 24 മണിക്കൂർ യാസീൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഒന്ന് ബറാത്തിലാവാണെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പരിശുദ്ധ ഖുർആന്റെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലൈലത്തുൽ ഖദ്റാണ്. മൂന്ന് യാസീനാണ് നമ്മൾ സാധാരണ ബറാത്തിലാവിന് ഓതാറുള്ളത് മഗ്‌രിബ് ഇശാഇന്റെ ഇടയിൽ. ഒന്നാമത്തെ യാസീൻ ദീർഘായുസ്സിന് വേണ്ടി, അതുപോലെ രണ്ടാമത്തെ യാസീന് റിസ്കിലെ വിശാലതയ്ക്ക് വേണ്ടി, മൂന്നാമത്തെ യാസീന് നമ്മളിന്ന് യാത്രയായവർക്ക് വേണ്ടി എന്നും കാണാം. അതോടൊപ്പം നമുക്ക് ഈമാനോടുകൂടി ലോകത്ത് നിന്ന് യാത്രയാവാൻ സുഖലാക്കത്തിന് വേണ്ടി എന്ന് കാണാൻ പറ്റും. ഇങ്ങനെ 3 യാസീനുണ്ട്. പിന്നെ സൂറത്ത് ദുഹാൻ സൂറത്ത് പാരായണം ചെയ്ത് പ്രത്യേകം വിളിച്ചത് അത് മാത്രമേ നമ്മൾ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഞാനിപ്പോൾ പറഞ്ഞു ബറാത്തിലാവാനല്ലാതെ ഒരുമിച്ച് കൂടിയോട് കുഴപ്പമൊന്നുമില്ല. വെള്ളിയാഴ്ച ദിവസം മജ്‌ലിസിനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഇന്നത്തെ ഒരു വെണ്ടയില്ല, ഒഴിവുള്ളവരും ഫ്രീ ആയിട്ട് കുത്തിരിക്കുന്നവരൊക്കെ വന്നാൽ മതി. അല്ലാത്തൊരു നിർബന്ധമില്ലാന്ന് പറയാൻ കേട്ടോ. കാരണം വെള്ളിയാഴ്ച മജ്‌ലിസിന് പോകണം, മാസാണ് മജ്‌ലിസാകുമ്പോൾ അടുത്ത ഞായറാഴ്ചയല്ലേ, 23 ഞായറാഴ്ച മാസാണ് മജ്‌ലിസ്. ഇൻഷാ അല്ലാഹ് നമുക്കത് ഭംഗിയാക്കണം. അന്നത്തെ മജ്‌ലിസിലേക്ക് നമ്മൾക്ക് ഒരു ലക്ഷം പേരെ നമ്മൾ കൊണ്ടുവരണം. ഈ ദീൻ ലോകത്ത് പ്രകാശിപ്പിക്കാൻ അല്ലാഹു നൽകിയ ഏക ഖലീഫ ഔസുൽ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി 10 ലക്ഷം ഖലീഫമാരെ ഔസുൽ കിട്ടി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് 1.25 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം സഹാബത്തിന് കിട്ടിയതിൽ നിന്ന് തന്നെ 8,000-ഓളം പേരുകൾ, 8,000, 9,000 പേരുകൾ ഒരു കഴിച്ചു പോയി സഹാബാക്കളെ. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു ശിക്ഷിക്കുമാറായിരുന്നു. അഥവാ അബ്ദത്തിൽ ആ വാക്കിനെ തെറ്റിച്ചാൽ എന്ന് പറയുന്ന വാക്ക് കുറച്ചുകൂടി കടുപ്പമാണ്. എൻ്റെ മാർഗത്തിൽ നിന്ന് ആരെങ്കിലും അതിനോട് വല്ല അറിവുകൾ കാണിച്ച് മുന്നോട്ട് പോയാൽ ഓൻ ആരെ തുറന്നാലും ശരി ഓനെയാണ് വിശ്വസിക്കുന്നത്. ഓൻ സംഖ്യയ്ക്കുള്ളിൽ അതിനാണ് അഹമ്മദ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മളെ അവസാനത്തിൽ നോക്കി നമ്മൾ പോകുന്ന വഴികളിൽ നിന്ന് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലുണ്ടാവുക ഏറ്റവും നമ്മളെ വഴിവഴിപ്പിക്കാനുണ്ടാകുന്നത് സർവത്താണ്. മനുഷ്യ ശരീരത്തിൽ പിന്നെ 2-3 സാധനങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഒന്നാണ് പിന്നെ യുക്തിവാദി, നമ്മുടെ ശരീരത്തിലുള്ള നിരീശ്വരവാദി. നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മുടെ ശരീരത്തിലുള്ളത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് മുമ്പേ കേട്ടോ. നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള നിരീശ്വരവാദി കാമമാണ്. എന്താണ് കാമം? ഒരാൾക്ക് വന്നാൽ അത് ഉമ്മയാണ്, പെങ്ങളാണ്, അനിയത്തിയാണ്, അന്യപെണ്ണാണെന്നൊന്നും നമുക്ക് നോട്ടില്ല. ഇന്ന് ചില ശൈഖന്മാർ പിന്നെ ഡാൻസ് ആടലും പാട്ടുപാടലും പെണ്ണിനൊട്ടിക്കലൊക്കെ ഹലാലാണ്. അതിന് അവർ പറയുന്ന മസ്കലാണ്. ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ കല്യാണം കഴിച്ചത് ആങ്ങളെ പെങ്ങളുടെ കല്യാണം കഴിച്ചത്. ഞാൻ ആദം അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ
ആ നിബന്ധന പറ്റില്ല, ഞങ്ങളുടെ ഹറാമാണ്. പിന്നെ നമസ്കരിക്കാതിരിക്കുന്നതിനെ പറ്റി ചില ആൾക്കാർ ചോദിച്ചിരുന്നു. നമസ്കരിക്കുക നമുക്ക് നിർബന്ധമില്ലല്ലോ, നമുക്ക് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ അള്ളാഹു പിന്നെ ജമ്മു കസറോട്ട് വരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു